പക്ഷേ കാറ്റയാൾക്ക് അനുകൂലമായി വീശി. മാഡ്രിഡിൽ പരിക്കെന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. പ്രതിരോധം മണൽക്കാറ്റിൽ അകപ്പെട്ട പോലെ പതറിപ്പോയി. റൗൾ അസൻസിയോക്ക് സീനിയർ ടീമിലേക്ക് വിളി വന്നു. കൃത്യമായി പറഞ്ഞാൽ 2024 നവംബർ 9 ഒസാസുനക്കെതിരായ മത്സരം നടക്കുകയാണ്. മത്സരം അരമണിക്കൂർ പിന്നിടുന്നു. എഡർ മിലിറ്റാവോ എന്ന റയലിന്റെ ബ്രസീലിയൻ സെന്റർ ബാക്ക് ജെയ്സി കൊണ്ട് മുഖം പൊത്തി പരിക്കിനാൽ പുളയുകയാണ്. കാർലോ ബെഞ്ചിലേക്ക് നോക്കി. അതയാൾക്കുള്ള സിഗ്നലാണ്. റൗൾ അസൻസിയോ എന്ന അക്കാദമി താരം ഞൊടിയിടയിൽ ബൂട്ട് കെട്ടി തയ്യാറായി നിൽക്കുന്നു. ഇലക്ട്രോണിക് സബ്സ്റ്റിറ്റ്യൂട്ട് ബോർഡിൽ 35 എന്ന അക്കം തെളിഞ്ഞു നിൽക്കുന്നു. വിനീഷ്യസ് ഹാട്രിക് നേടി റയൽ സർവാധിപത്യത്തോടെ മത്സരം 4-1 എന്ന സ്കോറിന് അവസാനിക്കുമ്പോഴും ലോസ് ബ്ലാങ്കോസിന്റെ ചർച്ച മുഴുവനും അസൻസിയോയിലേക്ക് തിരിഞ്ഞു. വെറും 21 വയസ്സുള്ള പയ്യൻ പെടുന്നനെ തങ്ങളുടെ പ്രതിരോധത്തിൽ ഒരു വൺമതിൽ തീർക്കുന്നു. അയാളുടെ അഗ്രഷനിലും ശൈലിയിലും അവർ റാമോസിന്റെ നിഴലുകൾ കണ്ടു. വർഷങ്ങളായി ടീമിനു വേണ്ടി നിലകൊള്ളുന്ന പഴക്കം ചെന്ന വടവൃക്ഷം പോലെ അയാൾ ആക്രമണങ്ങളുടെ മുനയൊടിക്കുന്നത് കണ്ട് ഫുട്ബോൾ ആരാധകർ മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ട്. 2 ആഴ്ചകളുടെ ദൂരം. കാർലോ തന്റെ ടീമിൽ പൊസിഷനുകളിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെഗാനസിനെതിരെയുള്ള മത്സരത്തിൽ കാർലോ അത് തീരുമാനിച്ചുറപ്പിച്ചു. മത്സരത്തിന് മുന്നേ തന്നെ സ്റ്റാർട്ടിംഗ് 11 പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ഒന്ന് അന്താളിച്ചു. യുവതാരങ്ങളെ കൊണ്ടുവരുന്നതിൽ അല്പമടിയുള്ള കാർലോ തന്റെ സെന്റർ ബാക്കായി റൗൾ അസൻസിയോയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ആ 21കാരൻ ഇടം പിടിക്കുന്നു. റയൽ വിജയം കൈവരിച്ച മത്സരത്തിലും സ്റ്റാർട്ടിംഗ് 11 ഇടം പിടിച്ച മത്സരത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച റൗൾ അസൻസിയോ പ്രശംസകൾ ഏറ്റുവാങ്ങി. ഇനി മുതൽ ടീമിന്റെ അഭിവാജ്യ ഘടകങ്ങളിലൊന്ന് അയാൾ തന്നെയായിരിക്കുമെന്ന് ഉറപ്പായി.